ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇന്ന് ബ്ലോക്ക് 6 ബ്ലോക്ക് 6 ചാപ്റ്റർ 16 ചാപ്റ്റർ 16 വെൽഫെയർ അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ബ്ലോക്ക് 6 ചാപ്റ്റർ 16 ചാപ്റ്റർ ആയിട്ടുള്ള വെൽഫെയർ അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മൾ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ എന്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നുണ്ടാവുക. വെൽഫെയർ. എന്താ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം. എവിടെ? അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പൂർണ്ണ മത്സരത്തിൽ എന്ത് വിനിയോഗിക്കപ്പെടണം? എഫിഷ്യൻസി, കാര്യക്ഷമത. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക? വെൽഫെയർ, ക്ഷേമം നിലനിർത്താൻ സാധിക്കുക. അപ്പൊ കുട്ടികളെ, നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നും ആ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി നമ്മൾക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. എന്നാൽ ഒരുപാടില്ലേ, വളരെ ചുരുങ്ങിയ ടോപ്പിക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ 16 ചാപ്റ്റർ ആയിട്ടുള്ള വെൽഫെയർ അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മത്സരം. എവിടെ? വിപണിയിൽ. അതിലൂടെ ആ പൂർണ്ണ മത്സര വിപണിയിൽ എന്തുണ്ടാക്കണം നമ്മൾ? വെൽഫെയർ. ഏതിലൂടെയാണ് വെൽഫെയർ നേടാൻ കഴിയുള്ളൂ? എഫിഷ്യൻസി, കാര്യക്ഷമതയിലൂടെ. ഒരു പൂർണ്ണ മത്സര വിപണിയിൽ കാര്യക്ഷമതയിലൂടെയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ഷേമം നിലനിർത്തുക എന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് നോക്കാം. ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക് പോലും ആ ഇൻട്രൊഡക്ഷനിലെ കാര്യങ്ങൾ വെച്ച് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിക്കുക. The fundamental problem of a society that led the economics discipline to emerge and take the driver's seat is society of resources. എന്താ അവിടെ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്? ഡ്രൈവർ സീറ്റിൽ ഇരിക്കുക എന്നാണോ? അല്ല. ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽപ്പ്. ഒരു ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു സ്ഥിരതയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു, പ്രഭവ സ്ഥാനമാണ്. അപ്പൊ ഇവിടുത്തെ ഡ്രൈവർ സീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നു എന്നല്ല. ഒരു പ്രഭവ സ്ഥാനം എന്തിനു കൊടുക്കുന്നുണ്ട്? എക്കണോമിക്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ പറയുന്നത്? ദ ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് എ സൊസൈറ്റി. സമൂഹത്തിലെ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം, അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. That led the economics discipline to emerge and take diversity in society of resources. ആ പ്രശ്നം നിലനിൽക്കുമ്പോൾ അതിനെ തരണം ചെയ്യുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? എക്കണോമിക്സിന് എന്ത് സ്ഥാനം കൊടുക്കണം? പ്രഥമ സ്ഥാനം നൽകണം. എന്തിനു വേണ്ടി? ഈ സൊസൈറ്റി ഓഫ് റിസോഴ്സസ്. സമൂഹത്തിലെ ഒരുപാട് ഫണ്ടമെന്റൽ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രോബ്ലങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ എക്കണോമിക്സിന് എന്ത് നൽകണം എന്നാണ് പറയുന്നത്? ഡ്രൈവർ സീറ്റ്. ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാല് എക്കണോമിക്സിന് ഒരു പ്രഭവ സ്ഥാനം നൽകണം. അങ്ങനെ അതുകൊണ്ടാണ് എക്കണോമിക്സിന് ഒരു പ്രഭവ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഡ്രൈവർ സീറ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു വലിയ വണ്ടിയുടെ ഏറ്റവും മുൻപന്തിയിലെ സ്ഥാനം നിൽക്കുന്ന ഒരാളായിരിക്കും ഡ്രൈവർ. ആ ഡ്രൈവർ സീറ്റ് എന്ന അയാളാണ് ആ വണ്ടിയിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നത്. അതുപോലെയാണ് ഏത്? എക്കണോമിക്സ്. ഒരു എക്കണോമിക്സിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് എന്ത് നിലനിർത്താൻ സാധിക്കുള്ളൂ? ഡിസിപ്ലിൻ. എക്കണോമിക്സ് ഡിസിപ്ലിൻ ടു എമർജ് ആൻഡ് ടേക്ക് ദ ഡ്രൈവർ സീറ്റ് ഈ സൊസൈറ്റി ഓഫ് റിസോഴ്സസ്. സമൂഹത്തിലെ വിഭവങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തണമെങ്കിലും ഡിസിപ്ലിൻ, അവിടെ ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിലും എക്കണോമിക്സിന് എങ്ങനത്തെ സ്ഥാനം നൽകണം? ഒരു മുൻപ്രഭവ സ്ഥാനം തന്നെ ഏതിന് നൽകണം? എക്കണോമിക്സിന് നൽകണം.
അതുമാത്രല്ല എക്കണോമിക്സിന് ഇങ്ങനെ സ്ഥാനം കൊടുക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ, ദ സ്കേഴ്സിറ്റി വിച്ച് ഈസ് ദ ഓർഗനൈസർ ഓഫ് എഫിഷ്യൻസി call for the optimal production, consumption, distribution of these scarce resources. എക്കണോമിക്സിന് ഇത്തരത്തിലുള്ള ഒരു പ്രഭവ സ്ഥാനം നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? വിഭവങ്ങൾക്ക് എന്തുവിടെ നേരിടുന്നുണ്ട്? ദൗർലഭ്യം, സ്കേഴ്സിറ്റി. The scarcity which is the originator of efficiency. അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള സംഘടനകളുടെ ദൗർലഭ്യവും ഒപ്റ്റിമൽ പ്രൊഡക്ഷന്റെ ദൗർലഭ്യവും കൺസപ്ഷന്റെ ദൗർലഭ്യവും ഡിസ്ട്രിബ്യൂഷന്റെ ദൗർലഭ്യവും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇത്തരം ദൗർലഭ്യങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ എക്കണോമിക്സിന് എന്ത് സ്ഥാനം നൽകണം? ഒരു പ്രഭവ സ്ഥാനം നൽകണം. ആൻഡ് ദെൻ ഇൻ എ ജനറൽ സെൻസ്, പൊതുവായിട്ടുള്ള ഒരു സെൻസില് പറയാണ്, an economy is efficient when it provides its consumers with the most desired set of goods and services given the resources and technology of the economy. ഒരു എക്കോണമി എഫിഷ്യന്റ് ആവണമെങ്കിൽ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ജനറൽ പൊതുവായ സെൻസിൽ പറയുന്നു. ഒരു ജനറൽ സെൻസിൽ പറയുകയാണെങ്കിൽ ഒരു എക്കോണമി എഫിഷ്യന്റ് ആവണമെങ്കിൽ എന്ത് പ്രൊവൈഡ് ചെയ്യണം? In a general sense, an economy is efficient when it provides its consumers with the most desired set of goods and services given the resources and the technology of the economy. അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്കോണമി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? സാധനങ്ങളും സേവനങ്ങളും വിഭവങ്ങളും ടെക്നോളജിയും ഒക്കെ എക്കോണമിയിൽ നിലനിൽക്കുമ്പോഴാണ് എക്കോണമി എന്തായിത്തീരുള്ളൂ? എഫിഷ്യന്റ് ആവുകയുള്ളൂ. നമുക്കറിയാം, ഒരു ജനറൽ സെൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഒരു എക്കോണമി എഫിഷ്യന്റ് ആവണമെങ്കിൽ അവിടെ സാധനങ്ങൾ വേണം, ഗുഡ്സ് വേണം, സർവീസസ് വേണം, അതേപോലെ തന്നെ പിന്നെ എന്ത് വേണം? റിസോഴ്സസ് വേണം, വിഭവങ്ങൾ വേണം, അതേപോലെ തന്നെ ടെക്നോളജി വേണം. ഗുഡ്സ് ആൻഡ് സർവീസും വേണം, റിസോഴ്സസും വേണം, ടെക്നോളജിയും വേണം. ഈ 4 ഘടകങ്ങളും ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു എക്കോണമി എന്തായിത്തീരുന്നത്? എഫിഷ്യന്റ് ആകുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസൾട്ട്, ഇതിന്റെയൊക്കെ ഈ 4 ഘടകങ്ങളുടെയും ഫലമായി അതിന്റെ റിസൾട്ട് എന്താണ്? In economics is that allocation of resources by a perfectly competitive market is efficient. ഈ കാര്യങ്ങളുടെയൊക്കെ ഫലമായി എക്കണോമിക്സ് ഈസ് ദാറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. എന്താ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാല്? വിഭവങ്ങളുടെ വിനിയോഗം. വിഭവങ്ങൾ ഒരുപോലെ വിനിയോഗിക്കപ്പെടണം. അപ്പോൾ എങ്ങനത്തെ മാർക്കറ്റ് ആയിത്തീരും? എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈസ് എങ്ങനെയായിത്തീരും? എഫിഷ്യന്റ്. വിഭവങ്ങൾ വിനിയോഗിക്കപ്പെടുമ്പോൾ എക്കോണമീസ് ഈസ് ദാറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ വിനിയോഗിക്കപ്പെടുമ്പോൾ ആ എക്കോണമി എങ്ങനെയായിത്തീരുന്നു? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈസ് എഫിഷ്യന്റ്. അപ്പൊ മക്കളെ, ഈ ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു എക്കോണമി എഫിഷ്യന്റ് ആകണമെങ്കിൽ അവിടെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം? അലോക്കേറ്റീവ് ആയിട്ട് വിനിയോഗിക്കണം. അലോക്കേറ്റീവ് റിസോഴ്സ് ആയിരിക്കണം. അങ്ങനെ അലോക്കേറ്റീവ് റിസോഴ്സ് ആയിരിക്കുമ്പോൾ അവിടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എഫിഷ്യന്റ് ആയിരിക്കും. അങ്ങനെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാ പറയുന്നത്? സാധനങ്ങളും സേവനങ്ങളും ടെക്നോളജിയും ഒക്കെ നന്നായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് നമുക്കൊരു മാർക്കറ്റ് എന്തായിത്തീരുള്ളൂ? എഫിഷ്യന്റ് ആയിത്തീരുള്ളൂ. ഇതാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് എഫിഷ്യൻസിയുടെ ഡെഫിനിഷനിലേക്ക് പോകാം. വാട്ട് ഈസ് മീൻ ബൈ എഫിഷ്യൻസി? എന്താണ് എഫിഷ്യൻസി? ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ്, അതിന്റെ നിർവചനവും ആശയവും എന്താ എന്ന് നോക്കാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത. എന്ത് പ്രവർത്തിക്കും വേണം നമുക്ക് എന്ത്? കാര്യക്ഷമത, റെസ്പോൺസിബിലിറ്റി. നമ്മൾ പഠിക്കുകയാണെങ്കിലും അതേപോലെ മറ്റു ജോലികൾ ചെയ്യുകയാണെങ്കിലും അത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതാണ് ആ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ജോലി ചെയ്തോ അത് നന്നാവില്ല. നമ്മളത് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ താല്പര്യത്തോട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ
ആ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആവും. അതന്നെയാണ് ഇവിടെ എഫിഷ്യൻസിയെ കുറിച്ച് എന്താണ് നമ്മളുടെ പേരറ്റോ, വിൽഫ്രാഡോ പേരറ്റോ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പേരറ്റോ എന്താണ് നിർവചിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പേരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ, പേരറ്റയുടെ എഫിഷ്യന്റ് അലോക്കേഷൻ, എഫിഷ്യന്റ് പറഞ്ഞ കാര്യക്ഷമത, അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വിനിയോഗം. ഇപ്പൊ പേരറ്റോ എന്ന് പറയുന്നത് ഒരു എക്കണോമിസ്റ്റ് ആണ്. ആ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള പേരറ്റോയുടെ എഫിഷ്യന്റ് അലോക്കേഷനിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പേരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ അദ്ദേഹം പറയാണ്, an allocation of resource is Pareto efficient if it is not possible to make one person better off without making someone else worse off. പേരറ്റോ എഫിഷ്യന്റ് അലോക്കേഷനിൽ പേരറ്റോ എന്താ പറയുന്നത്? അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഈസ് പേരറ്റോ എഫിഷ്യന്റ് if it is not possible. വിഭവങ്ങളുടെ വിനിയോഗം പോസിബിൾ ആകുന്നില്ല എങ്ങനെയായിരിക്കുമ്പോൾ? ടു മേക്ക് വൺ പേഴ്സൺ ബെറ്റർ ഓഫ്, വിഭവങ്ങളുടെ റിസോഴ്സിന്റെ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിഭവങ്ങളുടെ വിനിയോഗം നോട്ട് പോസിബിൾ ആകുന്നില്ല എങ്ങനെയായിരിക്കുമ്പോൾ? ടു മേക്ക് വൺ പേഴ്സൺ ബെറ്റർ ഓഫ്, ഒരു പേഴ്സൺ ബെറ്റർ ആവുകയും വിത്തൗട്ട് മേക്കിംഗ് സമ്മൺ എൽസ് വേഴ്സ് ഓഫ്, മറ്റൊരു പേഴ്സൺ മോശമായിരിക്കുകയുമാണെങ്കിൽ അവിടെ വിഭവങ്ങളുടെ വിനിയോഗം എങ്ങനെ ആയിരിക്കില്ല? പോസിബിൾ ആകില്ല. ഇപ്പൊ ഒന്ന് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഒരു കാറ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയെ വിചാരിക്കുക. അവിടെ 10 മെമ്പേഴ്സ് ഉണ്ട്, 10 മെമ്പേഴ്സ് ഉണ്ട് കാർ മേക്കിങ്ങിന്. അതിന് 5 മെമ്പേഴ്സ് ബെറ്റർ ആണ്, എന്നാൽ 5 മെമ്പേഴ്സ് എഫിഷ്യന്റ് അല്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു കാറ് നിർമ്മിക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. അവിടെ 10 വർക്കേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ 5 ആള് നല്ല ബെറ്ററും 5 ആള് ബെറ്റർ അല്ലാത്ത ആളുകളാണെങ്കിൽ അവിടെ ഈ വരുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടെ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് പോസിബിൾ ആവോ? ഒരിക്കലുമില്ല. അലോക്കേഷൻ ഓഫ് റിസോഴ്സ് പോസിബിൾ ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഓൾ മെമ്പേഴ്സ് ബെറ്റർ ഓഫ്, എല്ലാ മെമ്പേഴ്സും ബെറ്റർ ആയിരിക്കണം. കുറച്ച് മെമ്പേഴ്സ് ബെറ്ററും കുറച്ച് മെമ്പേഴ്സ് വേഴ്സ് ഓഫ് ആയിരുന്നാല്, കുറച്ച് മെമ്പേഴ്സ് നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ളവരും കുറച്ച് മെമ്പേഴ്സ് എഫിഷ്യന്റ് ഇല്ലാത്തവരുമായി തീർന്നാല് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് അവിടെ എന്താവില്ല? പോസിബിൾ ആവില്ല. അതാണ് ആര് പറയുന്നത്? പേരറ്റോയുടെ നിർവചനം. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പേരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ എന്ന പേരില് അറിയപ്പെടുന്നത്. ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്താണ്? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് an economy is efficient in production if it is one needs production possibility found there. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എക്കോണമി എങ്ങനെയായിരിക്കണം? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻസി, ഉൽപാദന കാര്യക്ഷമതയുള്ള ഉൽപാദനം എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? എക്കോണമി ഈസ് എഫിഷ്യന്റ്, എക്കോണമി എഫിഷ്യന്റ് ആയിരിക്കണം. എങ്ങനെ? ഇൻ പ്രൊഡക്ഷൻ, ഉൽപാദനത്തിലൂടെ. ഇഫ് ഇറ്റ് ഈസ് വൺ ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ട് ഹിയർ. ഒരു എക്കോണമി എഫിഷ്യന്റ് ആയിരിക്കണം ഉൽപാദനത്തിലൂടെ. അപ്പോൾ എന്തിലേക്ക് എത്തിച്ചേരാം? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ട് ഹിയർ, ഉൽപാദന സാധ്യതാ വക്രത്തിലേക്ക് എത്തുന്നു. എക്കോണമി എഫിഷ്യന്റ് ആയിട്ട് ഉൽപാദനം നടത്തുകയാണെങ്കിൽ അപ്പോൾ അവിടെ എങ്ങനെ എത്താം എന്നാ പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ട് ഹിയർ, ഉൽപാദന സാധ്യതാ വക്രമാകുന്നു. ഇതാണ് ഈ ടീച്ചർ വരച്ചിട്ട ഈ ഡയഗ്രത്തിലെ ഇതാണ് ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ട് ഹിയർ എന്ന് പറയുന്നത്. അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ട് ഹിയർ ഏൺ ചെയ്യണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? എക്കോണമി എഫിഷ്യന്റ് ആയിരിക്കണം. എക്കോണമി എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ആയിരിക്കണം. എക്കോണമി എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ആയിരിക്കുമ്പോഴാണ് ഏത് ലെവലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ട് ഹിയറിലേക്ക് എത്തുന്നത്. In terms of Pareto terminology, an allocation of resources efficient in production.
അതുകൊണ്ട് തന്നെ പേരറ്റോയുടെ ടെർമിനോളജി അനുസരിച്ച് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഈസ് എഫിഷ്യന്റ് ഇൻ പ്രൊഡക്ഷൻ. വിഭവങ്ങളുടെ വിനിയോഗം എവിടെ ഉണ്ടാവുക? എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലാണ്. വിഭവങ്ങൾ വിനിയോഗിക്കുന്നത് എവിടെ ആയിരിക്കാം എന്നാ പറയുന്നത്? എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു ഉൽപാദനത്തിൽ മാത്രമേ വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യപ്പെടുള്ളൂ എന്നാണ് ആരുടെ ടെർമിനോളജി? പേരറ്റോയുടെ ടെർമിനോളജി. മാത്രല്ല ടെക്നിക്കലി എഫിഷ്യന്റ്. അപ്പോ വിഭവങ്ങൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് പേരറ്റോ പറയുന്നത്? എഫിഷ്യന്റ് പ്രൊഡക്ഷനും ആയിരിക്കണം, ടെക്നിക്കൽ എഫിഷ്യന്റും ആയിരിക്കണം. എഫിഷ്യന്റ് പ്രൊഡക്ഷനും ആയിരിക്കണം, ടെക്നിക്കൽ എഫിഷ്യന്റ് ആകുമ്പോഴാണ് വിഭവങ്ങൾ എന്ത് ചെയ്യപ്പെടുള്ളൂ? അലോക്കേറ്റ് ചെയ്യപ്പെടുള്ളൂ എന്നാണ് ആര് പറയുന്നത്? പേരറ്റോ വ്യക്തമാക്കുന്നത്. അവിടെ നോക്കിക്കോളൂ. ഇഫ് നോ ഫർദർ അലോക്കേഷൻ വുഡ് പെർമിറ്റ് മോർ ഓഫ് വൺ ഗുഡ് ടു ബി പ്രൊഡ്യൂസഡ് വിത്തൗട്ട് നെസസറിലി റെഡ്യൂസിങ് ഔട്ട്പുട്ട് ഓഫ് സം അതർ ഗുഡ്. ഇവിടെ കുറച്ച് ഗുഡ്സ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലോ ചില ഭാഗത്ത് ഔട്ട്പുട്ട് എന്തേ ഉള്ളൂ? കുറച്ചും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേരറ്റോയുടെ കണ്ടുപിടുത്ത പ്രകാരം അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, അതായത് വിഭവങ്ങൾ വിനിയോഗിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നേടണം. എഫിഷ്യന്റ് പ്രൊഡക്ഷനും ആയിരിക്കണം, ടെക്നിക്കലി എഫിഷ്യന്റും ആയിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ ഗുഡ്, മോർ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു? കുറച്ച് ഗുഡാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് ഔട്ട്പുട്ട് റെഡ്യൂസിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചു നോക്കും മക്കളെ. ഇവിടെ ഗുഡ്സ് 15, അപ്പോ സർവീസസ് എത്ര? 22. ഗുഡ്സ് 12, അപ്പൊ സർവീസസ് എത്ര? 17. എന്നാൽ ഗുഡ്സ് 11, സാധനം 11, അതിന്റെ സേവനം എത്രയാണ്? 25. അപ്പൊ ഇവിടെ കുറച്ച് ഗുഡ്സിൽ നിന്നും കൂടുതൽ സേവനം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഗുഡ്സിൽ നിന്നും ലോ കോസ്റ്റിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ഈ കർവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഗുഡ്സ് 11 ആയിരിക്കുമ്പോൾ സേവനം എത്രയാകുന്നു? 25. ഗുഡ്സ് 15 ആയിരിക്കുമ്പോൾ 15 ആയിരിക്കുമ്പോൾ സേവനം എത്രയാണ്? 22. ഗുഡ്സ് 12 ആയിരിക്കുമ്പോൾ സർവീസ് എത്രയാണ്? 17. അപ്പോൾ ഇവിടെ ഗുഡ്സ് 11, ഗുഡ്സ് എന്ന് പറയുന്നത് 11 ആകുമ്പോൾ സർവീസ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 25. അപ്പോൾ കുറച്ച് ഗുഡ്സിൽ നിന്നും കൂടുതൽ സേവനം ഉണ്ടാക്കുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. അതിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആകാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എഫിഷ്യന്റ് ഇൻ പ്രൊഡക്ഷനും ആയിരിക്കണം, ടെക്നിക്കലി എഫിഷ്യന്റും ആയിരിക്കണം. ഇനി നിങ്ങൾ ഒരുപാട് തിയറി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡയഗ്രം വരച്ചാൽ മതി. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എന്താണ്? എഫിഷ്യന്റ്, ഒരു പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. എന്താണത്? എഫിഷ്യന്റ് ഇൻ പ്രൊഡക്ഷനും ടെക്നിക്കലി എഫിഷ്യന്റും. വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ പ്രൊഡക്ഷൻ എഫിഷ്യന്റും ആയിരിക്കണം, ടെക്നിക്കലും ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ചില ഭാഗത്ത് കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 11 ഗുഡ്സ് ആയിരിക്കുമ്പോൾ 25 സർവീസസ് ആണ്. 12 ഗുഡ്സ് ആയിരിക്കുമ്പോൾ 70 സർവീസസ് ആണ്. 15 ഗുഡ്സ് ആയിരിക്കുമ്പോൾ 22 സർവീസസ് ആണ്. അപ്പൊ കണ്ടോ, ലോ ഗുഡ്സിൽ തന്നെ കൂടുതൽ സർവീസ് നേടുമ്പോഴാണ് അത് എന്തായി തീരുക? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. കുട്ടികളെ, 15th ചാപ്റ്ററില് 16ാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾക്ക് കടക്കാം. 15 ചാപ്റ്ററിലെ 16ാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്ക് ശ്രദ്ധിക്കൂ. ടെക്നിക്കൽ എഫിഷ്യൻസി. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി പോലെ തന്നെ എന്തുണ്ട്? ടെക്നിക്കൽ എഫിഷ്യൻസി ഉണ്ട്. റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ രണ്ട് തരത്തിലുള്ള എഫിഷ്യൻസിയാണുള്ളത്. പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആൻഡ് ടെക്നിക്കൽ എഫിഷ്യൻസി. What is mean by technical efficiency? എന്താണ് ടെക്നിക്കൽ എഫിഷ്യൻസി? A firm is said to be technically efficient if a firm is producing the maximum output from minimum quantity of input such as labor, capital, technology,
ടെക്നിക്കൽ എഫിഷ്യൻസി ഈസ് the production for overall Pareto efficiency. ടെക്നിക്കൽ എഫിഷ്യൻസിയെ നമുക്ക് ഏത് എഫിഷ്യൻസി എന്നും പറയാം? പാരറ്റോ എഫിഷ്യൻസി. വിൽഫ്രാഡോ പാരറ്റോ, അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് പ്രൊഡക്ഷൻ എഫിഷ്യൻസിയും ടെക്നിക്കൽ എഫിഷ്യൻസിയും ഒക്കെ നിർവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് നിർവചനം? A firm is said to be technically efficient. ഒരു ഫേം, ഒരു വിപണി ടെക്നിക്കലി എഫിഷ്യന്റ് ആണെങ്കിൽ a firm is said to be technically efficient. ഒരു വിപണി ടെക്നിക്കലി എഫിഷ്യന്റ് ആകണമെങ്കിൽ എന്ത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യണം? ഔട്ട്പുട്ട്. പ്രൊഡ്യൂസിങ് ദ മാക്സിമം ഔട്ട്പുട്ട് ഫ്രം ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റി ഇൻപുട്ട് ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഫേം എന്താകുന്നത്? ടെക്നിക്കലി എഫിഷ്യന്റ്. ഒരു വിപണി ടെക്നിക്കലി എഫിഷ്യന്റ് ആകണമെങ്കിൽ എങ്ങനെയായിരിക്കണം? മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. എന്തുപയോഗിച്ചിട്ട്? മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. കുറഞ്ഞ ഇൻപുട്ടുകൾ, മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വിപണി അല്ലെങ്കിൽ ഒരു ഫേം എന്തായിത്തീരുന്നത്? ടെക്നിക്കലി എഫിഷ്യന്റ്. ഒരു ഫേം ടെക്നിക്കലി എഫിഷ്യൻസി ആയി തീരണമെങ്കിൽ മിനിമം ഇൻപുട്ടുകളിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് ഒരു ഫേം എന്തായി തീരുന്നത്? ടെക്നിക്കലി എഫിഷ്യന്റ് ആകുന്നത്. അതിന് എന്തൊക്കെ വേണം? എന്തൊക്കെയാണ് ആ ഇൻപുട്ടുകൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേബറ്, ക്യാപിറ്റല്, ടെക്നോളജി, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതാണ് ഇൻപുട്ട്. ഈ കുറച്ച് ലേബറിന് ഉപയോഗിക്കുക, കുറച്ച് ക്യാപിറ്റലിന് ഉപയോഗിക്കുക, കുറച്ച് ടെക്നോളജി ഉപയോഗിക്കുക. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? മിനിമം ലെവലിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് എന്തായി തീരുക? ടെക്നിക്കലി എഫിഷ്യൻസി ആകുക. ടെക്നിക്കലി എഫിഷ്യൻസി ആകണമെങ്കിൽ മിനിമം ഇൻപുട്ടുകൾ ഉപയോഗിക്കണം. മിനിമം ഇൻപുട്ട് പറഞ്ഞാൽ എന്തൊക്കെ? ലേബറ്, ക്യാപിറ്റല്, ടെക്നോളജി. ലേബറും ക്യാപിറ്റലും ടെക്നോളജിയും കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ടെക്നിക്കലി എഫിഷ്യൻസി എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ 16ാം ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എമംഗ് ഫേം. എന്താണ് പറയുന്നത് അവിടെ? എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എമംഗ് ഫേം. കാര്യക്ഷമതയുള്ള വിനിയോഗം വിപണിയിൽ റിസോഴ്സിനെ എങ്ങനെ കാണിക്കുന്നു എന്നതാണ് പറയുന്നത്. എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എമംഗ് ഫേം. ഇവിടെ ശ്രദ്ധിക്കൂ. എഫിഷ്യന്റ് ആയിട്ട് വിനിയോഗം റിസോഴ്സുകളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത്, in order to achieve technical efficiency, resources must be allocated correctly among firms. ടെക്നിക്കൽ എഫിഷ്യൻസി ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ വിഭവങ്ങൾ കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. ടെക്നിക്കൽ എഫിഷ്യൻസി ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കാം? കൃത്യമായി വിനിയോഗിക്കാം. In order to achieve technical efficiency, ടെക്നിക്കൽ എഫിഷ്യൻസി ആണ് അവിടെ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ റിസോഴ്സ് മസ്റ്റ് ബി, വിഭവങ്ങൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു? കറക്റ്റ്ലി, നല്ല സ്ഥിരതയോടുകൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെടാം? വിഭവങ്ങൾ വിനിയോഗിക്കാം. അപ്പോ ടെക്നിക്കൽ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞു തന്നിരുന്നു. മിനിമം ഇൻപുട്ടുകൾ ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏത്? ടെക്നിക്കൽ എഫിഷ്യൻസി. ആ ടെക്നിക്കൽ എഫിഷ്യൻസി ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ വിഭവങ്ങൾ റിസോഴ്സ് എന്ത് ചെയ്യപ്പെടാം? അലോക്കേറ്റഡ് കറക്റ്റ്ലി, വിഭവങ്ങൾ കൃത്യമായി അലോക്കേറ്റ് ചെയ്യപ്പെടാം.
നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയണത്? റിസോഴ്സ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു ദോസ് ഫേം where they can be most efficiently used. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ കൃത്യമായി അലോക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്താണ്? എഫിഷ്യന്റ് ആണ്, കാര്യക്ഷമതയാണ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. Although equality of marginal productivity will ensure efficient allocation of resource among firm producing any one good, the condition is not enough to ensure that input are allocated efficiently among firm producing different goods. അതുകൊണ്ട് തന്നെ തുല്യമായി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ, although equality of marginal productivity will ensure efficient, എങ്ങനെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എഫിഷ്യന്റ് ആകുന്നത് എങ്ങനെയാണ്? Location of resource among firm producing any one good. The condition is not enough to ensure that input are allocated efficiently among firm producing different goods. ഇൻപുട്ടുകൾ നന്നായി വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തമായ ഗുഡ്സുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്തായിത്തീരും? ഈക്വൽ ആയിത്തീരുകയും ചെയ്യുന്നു. ഇൻപുട്ടുകൾ എഫിഷ്യന്റ് ആയി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡിഫറന്റ് പ്രൊഡ്യൂസിങ് ഗുഡ്സ്. എന്താ ഡിഫറന്റ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് എന്ന് പറഞ്ഞാല്? വ്യത്യസ്ത ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി അവിടെ എന്താകും? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഈക്വൽ ആകുന്നു. ഇത്രയാണ് അതിന്റെ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എമംഗ് ഫേമിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള പോയിന്റ്സ് ആയിട്ട് ടീച്ചർ പറഞ്ഞു തരണേ. നമ്മൾ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സിലൂടെയുള്ള ഉൽപാദനത്തെ ഡയഗ്രത്തിലൂടെ കാണിക്കുകയാണ്. അപ്പൊ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾ പോയിന്റുകൾ വെക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഡയഗ്രത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഈ ഡയഗ്രത്തിൽ പറയുന്ന കാര്യമാണ് ടീച്ചർ ഇവിടെ പറയണത്. ഈ ഡയഗ്രം നിങ്ങൾ വരച്ചിട്ടാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എക്കണോമിക്സിന്റെ പ്രത്യേകത അതാണ്. ഓരോ ടോപ്പിക്കിലും ഡയഗ്രം പറയുന്നുണ്ട്. ആ തിയറിയിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയഗ്രം നിങ്ങൾ നന്നായി ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ പറയുന്ന ഡയഗ്രംസ് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഇവിടെ എന്താ ടീച്ചർ പറഞ്ഞു തന്നത്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഈക്വൽ ആകുന്നു. എങ്ങനെ? ഇൻപുട്ടുകളെ മാക്സിമം ഇൻപുട്ട് നന്നായി ഉപയോഗിച്ചുകൊണ്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റിയും ഈക്വൽ ആവും. അതുകൊണ്ട് വ്യത്യസ്ത പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഡിഫറന്റ് ഫേം പ്രൊഡ്യൂസിങ് ഡിഫറന്റ് ഗുഡ്സ്. വിപണി ഒരു വ്യത്യസ്ത ഗുഡ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വിപണി വ്യത്യസ്ത ഗുഡ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം? ഇൻപുട്ടുകളെ എഫിഷ്യന്റ് ആയി ഉപയോഗിക്കണം. ഇൻപുട്ടിനെ എഫിഷ്യന്റ് ആയി ഉപയോഗിക്കുമ്പോഴേ വിപണിയിൽ എന്ത് സാധിക്കുള്ളൂ? ഡിഫറന്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഡിഫറന്റ് ഗുഡ്സ് ആണ് ഇവിടെ ടീച്ചർ കാണിച്ചു തരുന്നത് ഡയഗ്രത്തിലൂടെ. ഇവിടെ കെയും ഉണ്ട്, ഐയും ഉണ്ട്. ഈ രണ്ട് ഗുഡ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറന്റ് ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കെയും ഐയും ഉപയോഗിച്ചുകൊണ്ട്, കെ എന്ന് പറയുന്നത് ഒരു ഗുഡ്സും ഐ എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ടുകളാണ്. കെ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും ഐ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും. ഈ രണ്ട് ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഐയിൽ നമ്മൾ x1 പ്രൊഡ്യൂസ് ചെയ്യും, x2 പ്രൊഡ്യൂസ് ചെയ്യും, x3 പ്രൊഡ്യൂസ് ചെയ്യും, x4 പ്രൊഡ്യൂസ് ചെയ്യും. എന്നാല് അതുകൊണ്ട് OX എന്ന് പറയാം. എന്നാൽ കെ എന്ന് പറയുമ്പോൾ OY ആണ്. എക്സ് ഇവിടെ ഐ OX ആയിട്ടും കെയും OY ആയിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഐ OX ആയിട്ടും കെ OY ആയിട്ടുമാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ട് ഇൻപുട്ടുകൾ. ഐയും കെയുമാണ് ഇവിടുത്തെ ഇൻപുട്ടുകൾ. ഐ ഇവിടെ x1 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, x2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, x3 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, x4 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കെ എന്ന് പറയുന്ന ഇൻപുട്ട് ഏതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക? y1 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, y2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, y3 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, y4 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഡിഫറെന്റ് പ്രൊഡ്യൂസിങ് ഡിഫറെന്റ് ഗുഡ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്, ഈക്വൽ ആണ്. x1ഉം y1ഉം ഈക്വൽ അല്ലേ മക്കളെ? ഇവിടെ y1ഉം x4ഉം ഈക്വൽ ആവും, y2ഉം x3ഉം ഈക്വൽ ആവും, y3ഉം x2ഉം ഈക്വൽ ആവും, y4ഉം x1ഉം ഈക്വൽ ആവും. ഡിഫറെന്റ് ഗുഡ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് x1, x2, x3, x4, y1, y2, y3, y4. ഇതൊക്കെ ഏതാണ്? k എന്ന ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് y1 തൊട്ട് y4 വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. i എന്ന ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് ഏത് വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, x4 വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഡയഗ്രത്തെ ഒന്ന് ഒരു ചെറിയ രീതിയിലൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഫിഗർ ഷോ ടെക്നിക്കലി എഫിഷ്യന്റ്. ഈ ഫിഗറിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടെക്നിക്കലി എഫിഷ്യന്റ് ആണ്. ഈ ഫിഗർ ഒരു ടെക്നിക്കലി എഫിഷ്യന്റ് ആണ്. കാരണം രണ്ട് ഇൻപുട്ടാ ഉപയോഗിച്ച്, i എന്ന ഇൻപുട്ടും k എന്ന ഇൻപുട്ടും. ആ രണ്ട് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് ഈക്വൽ ലെവലില് ഐയും കെയും ഈക്വൽ ലെവലില് i x1, x2, x3, x4, y അതേപോലെ തന്നെ k എന്ന ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് y1, y2, y3, y4 അങ്ങനെ ഈക്വൽ ആയിട്ടാണ് അവിടെ പ്രൊഡ്യൂസിങ് നടത്തുന്നത്. ഗുഡ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയഗ്രാം എന്താണ്, ടെക്നിക്കലി എഫിഷ്യന്റ് ആണ്. ഈ ഒരു ഡയഗ്രാം ടെക്നിക്കലി എഫിഷ്യന്റ് ആണ്. Figure show technically efficient ways to allocate the fixed amount of k and i. രണ്ട് ഫിക്സഡ് എമൗണ്ട് ആയിട്ടുള്ള കെയും ഐയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു, വിഭവങ്ങൾ വിനിയോഗിക്കുന്നു. The production of the two output. The line joining OX and OY is the locus of the efficient point. OX-ഉം അതേപോലെ OY എന്ന രണ്ട് പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. Along this line RTS. എന്താ RTS എന്ന് പറഞ്ഞാ? RTS എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ. റിലേറ്റീവ്ലി ടെക്നിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. RTS റിലേറ്റീവ്ലി ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഐയും കെയും ഇവിടെ എന്താണ്? RTS ആണ്. റിലേറ്റീവ്ലി ടെക്നിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഐ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പകരം വെക്കുക. വേണമെങ്കിൽ ആ കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഐ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഐയും കെയും എന്താണ്? RTS ആണ് എന്ന് പറയാനുള്ള കാരണം. Along this line RTS, ഈ രണ്ട് ലൈനുകളും എന്താണ്? RTS ആണ്. In the production of goods, x is equal to RTS in the production of y. അതുകൊണ്ട് തന്നെ ഈ എക്സും എക്സിന്റെ ലൈനും വൈന്റെ ലൈനും എപ്പോഴും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ടാണ് RTS in the production of y എന്ന് പറയാനുള്ള, x is equal to RTS in the production of y എന്ന് പറയാനുള്ള കാരണം. ഇവിടെ k എന്നും i എന്നും രണ്ട് ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഔട്ട്പുട്ടുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ ഡയഗ്രത്തിലൂടെ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ കുട്ടികളെ, അപ്പൊ 15th ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. 16ാം ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ്, അതായത് എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം. ഒരു പൂർണ്ണ മത്സര വിപണിയിൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം. പൂർണ്ണ മത്സര വിപണിയിൽ എഫിഷ്യൻസി, കാര്യക്ഷമത എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ, ഇവിടെ എന്താ പറയുന്നത്? as mentioned in the previous subsection that there are two version of efficiency. എഫിഷ്യൻസിയുടെ രണ്ട് വേർഷൻ ആണ് ഇവിടെ പറയണത്. There are two version of efficiency. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും അതേപോലെ തന്നെ അലോക്കേറ്റീവ് എഫിഷ്യൻസിയും.
എഫിഷ്യൻസി പ്രധാനമായും 2 വേർഷനാണുള്ളത്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. എന്താണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി മീൻസ് ഡൂയിങ് തിങ്സ് റൈറ്റ്. ശരിയായത് എന്തായിരിക്കാം? ശരിയായിരിക്കാം. ഡൂയിങ് തിങ്സ് റൈറ്റ്. അപ്പൊ മക്കളെ, എഫിഷ്യൻസിയെ ഇവിടെ 2 വേർഷൻ ആയിട്ടാണ് പറയുന്നത്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്നും അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്നും. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ശരിയായത് ശരിയായി ചെയ്യുന്നതാണ് ശരി. ശരിയായിട്ട് ചെയ്യുന്നത് എന്താണോ അതാണ് റൈറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഡൂയിങ് തിങ്സ് റൈറ്റ് ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി മീൻസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് എന്നാണ് പറയുന്നത്. ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, ശരിയായി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ശരിയായത്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസിയെ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റില് എഫിഷ്യൻസിയെ 2 വേർഷനിലൂടെയാണ് കണക്കാക്കുന്നത്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്നും അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്നും. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂയിങ് തിങ്സ് റൈറ്റ്. അലോക്കേറ്റീവ് എഫിഷ്യൻസി പറഞ്ഞാലോ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഒന്ന് ഡൂയിങ് തിങ്സ് റൈറ്റ് എന്നും സെക്കൻഡ് വൺ ഡൂയിങ് ദ റൈറ്റ് തിങ്സ് എന്നും. ഡൂയിങ് തിങ്സ് റൈറ്റും ഡൂയിങ് ദ റൈറ്റ് തിങ്സും ആണ് ഇവിടെ പറയുന്നത്. ഈ 2 ഇവ തമ്മിലുള്ള വ്യത്യാസത്തിനെ വ്യക്തമാക്കി തരുന്നത്. അപ്പോ എഫിഷ്യൻസി 2 തരത്തിലാണുള്ളത്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും അലോക്കേറ്റീവ് എഫിഷ്യൻസിയും. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ ഡൂയിങ് തിങ്സ് റൈറ്റ് ആയിരിക്കാം. അലോക്കേറ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ ഡൂയിങ് തിങ്സ് റൈറ്റ് ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡയഗ്രമാറ്റിക്കൽ ആയിട്ട് നമുക്ക് ഇതിനെ വ്യക്തമാക്കി തരാം. അവിടെ ശ്രദ്ധിക്കൂ, അലോക്കേറ്റീവ് എഫിഷ്യൻസി അലോക്കേറ്റീവ് എഫിഷ്യൻസിയെ PCM ഫേം, PCM എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമിന്റെ ഷോർട്ടാണ് ഏത്? PCM. PCM എന്ന് പറഞ്ഞാൽ ഏതാണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം എന്നുള്ളതിന്റെ ഷോർട്ടാണ് ഏത്? PCM. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ PCM എന്ന് കാണുമ്പോ എന്താണെന്ന് വിചാരിക്കണ്ട. PCM എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമിനെ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നതാണ് ഏത്? PCM. അപ്പോ PCMല് അലോക്കേറ്റീവ് എഫിഷ്യൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? ഇവിടെ P അറിയുന്നത് പ്രൈസ്, AR എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ ഈക്വൽ MC. അപ്പോ ഒരു PCM ഫേമില്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമില് അലോക്കേറ്റീവ് എഫിഷ്യൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കാം? ആവറേജ് റവന്യൂവും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന രീതിയിലാണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക എങ്ങനെയാണ്? എക്സസ് സപ്ലൈ പറഞ്ഞാൽ എന്താ? വിതരണം എങ്ങനെയായിരിക്കാം? കൂടുതലായിരിക്കാം. ഡിമാൻഡോ എക്സിറ്റ് ആയിരിക്കാം. ഡിമാൻഡ് അവിടെ നിലനിൽക്കുകയും സപ്ലൈ അവിടെ എക്സസ് ആയിട്ടായിരിക്കാം മാർക്കറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 2 രീതിയിൽ ഈ അലോക്കേറ്റീവ് എഫിഷ്യൻസി നമുക്ക് 2 രീതിയിൽ വ്യക്തമാക്കി തരാം. PCM ഫേമും ഉണ്ട്, മാർക്കറ്റും ഉണ്ട്. PCM എന്ന് പറഞ്ഞാൽ എന്താ? P ഏതാ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം എന്നുള്ളതിന്റെ ഷോർട്ട് രൂപമാണ് PCM ഫേം. ഇത് വെറും നോർമലി മാർക്കറ്റ്. PCM ഫേമില് നോക്കൂ, ഇവിടെ മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ഈക്വൽ ആകുന്നു. എവിടെ വെച്ച്? ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഡിമാൻഡ്, ഇവിടെയാണ് ഡിമാൻഡ്. അപ്പൊ മക്കളെ ഒന്ന് ശ്രദ്ധിക്കൂ, PCM ഫേമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈക്വൽ ആയി കാണിച്ചു തരുന്നത്? ആവറേജ് കോസ്റ്റ് അതാണ് AC, മാർജിനൽ കോസ്റ്റ് MC ഈക്വൽ. ഈ ലൈനാണ് AR, ആവറേജ് റവന്യൂ ഈക്വൽ, MR ഈക്വൽ ഡിമാൻഡ്. ഇതൊക്കെ ഈക്വൽ ആകുന്ന ഭാഗമാണ് ഏത്? PCM ഫേം.
PCM ഫേം പറഞ്ഞ ഏതാ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? PCM ഫേം. PCM ഫേമിന്റെ പ്രത്യേകത എന്താണ്? ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഡിമാൻഡും ഈക്വൽ ആകുന്നതാണ് ഏത്? PCM ഫേം. ഇതെന്നെ നമുക്ക് മാർക്ക്. അതുകൊണ്ട് ഇവിടെ ഡിമാൻഡിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഡയഗ്രാം ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എഫിഷ്യൻലി പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം റെപ്രസെന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തിയറി കൂടുതൽ എഴുതണ്ട. ഡയഗ്രത്തിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഏതൊരു ടോപ്പിക്കും എടുത്തു നോക്കുമ്പോൾ അതിൽ ഡയഗ്രമാറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തിയറി എഴുതുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് PCM ഫേം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായി ഈക്വൽ ആയിരിക്കണം? PCM ഫേം പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമിനെയാണ് ഇവിടെ PCM ഫേം എന്ന് പറയണത്. അത് എന്തൊക്കെ ഈക്വൽ ആയി തീരണം? മാർക്കറ്റ് ഇക്വിലിബ്രിയം ആകണമെങ്കിൽ ആവറേജ് കോസ്റ്റുമായും മാർജിനൽ കോസ്റ്റുമായും ആവറേജ് റവന്യൂമായും മാർജിനൽ റവന്യൂമായും ഡിമാൻഡുമായും ഈക്വൽ ആകുമ്പോഴാണ് അവിടെ ഏത് ഫേം ആയി തീരുന്നത്? PCM ഫേം. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ എഫിഷ്യൻസി PCM ഫേം പ്രൊഡ്യൂസേഴ്സ് വെൻ AC ഈസ് മിനിമൈസ്ഡ്. പക്ഷെ AC മിനിമൈസിൽ നിന്നാണ് ഈക്വൽ ആകുന്നത്. അതുകൊണ്ട് നമുക്ക് PCM ഫേമിനെ നിർവചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഡയഗ്രമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള എഫിഷ്യൻസി ആണുള്ളത്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും അലോക്കേറ്റീവ് എഫിഷ്യൻസിയും. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ ഡൂയിങ് തിങ്സ് റൈറ്റ്. അലോക്കേറ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. പിന്നെ അത് ഡയഗ്രമാറ്റിക്കൽ ആയിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്താൽ മതി. അങ്ങനെ ചെയ്തതിന് ശേഷം AC-യും MC-യും AR-ഉം MR-ഉം ഡിമാൻഡും ഒക്കെ ഏതുമായി ഈക്വൽ ആവണം? ഇവിടെ വെച്ച് ഈക്വൽ ആകണം. അതിനെയാണ് ഏത് ഫേം എന്ന് പറയുന്നത്? PCM ഫേം എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ടോപ്പിക് 16ാമത്തെ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമി. ഇവിടെ എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം എന്നാ പഠിച്ച്. ഇവിടെ എന്താണ്? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എക്കോണമിയാ പഠിക്കണം, സമ്പദ് വ്യവസ്ഥ. ഫേം എക്കോണമി മാറരുത്. ഫേം പറഞ്ഞാൽ എന്താണ്? ഒരു വിപണിക്കാണ് നമ്മൾ ഫേം എന്ന് പറയാം. എന്നാൽ എക്കോണമി പറഞ്ഞാൽ എന്താ? സമ്പദ് വ്യവസ്ഥക്കാണ് നമ്മൾ എക്കോണമി എന്ന് പറയാം. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് PCM ഫേം എന്ന് പറഞ്ഞാൽ ഏതാണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമിനെയാണ് PCM ഫേം എന്ന് പറയാം. ഇനി അടുത്തതായി പഠിക്കുന്ന ടോപ്പിക് ഏതാണ്? എഫിഷ്യൻസി ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമിയാണ്. ഇവിടെ ഫേം അല്ല, എക്കോണമിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ എക്കോണമിയുടെ പ്രത്യേകത നോക്കൂ. എന്താ അവിടെ പറയുന്നത്? കൺസിഡർ എ സിംപ്ലിഫൈഡ് കോമ്പറ്റേറ്റീവ് എക്കോണമി വേർ ഓൾ ഇൻഡിവിജ്വൽ ആർ ഐഡന്റിക്കൽ ആർ എൻഗേജ്ഡ് ഇൻ ഗ്രോവിംഗ് ഫുഡ്. അതായത് ഒരു മത്സര സമ്പദ് വ്യവസ്ഥയെ പരിഗണിക്കുന്നത് ഏത് രീതിയിലാണ്? സിംപ്ലിഫൈഡ്. സിംപ്ലിഫൈഡ് പറഞ്ഞാൽ വളരെ ലളിതമായി നിർവചിക്കാം, പരിഗണിക്കാം. കോമ്പറ്റേറ്റീവ് നമ്മള് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഏതാണ് മക്കളെ? കോമ്പറ്റേറ്റീവ് എക്കോണമീനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു മത്സര സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാ പറയുന്നത്. മത്സര സമ്പദ് വ്യവസ്ഥയെ നമുക്ക് സിമ്പിൾ ആയിട്ട് പരിഗണിക്കാം. എന്തായിട്ട്? എങ്ങനെ? ഇൻഡിവിജ്വൽ ആർ ഐഡന്റിക്കൽ ആൻഡ് എൻഗേജ്ഡ് ഇൻ ഗ്രോവിംഗ് ഫുഡ്. ഒരു ഇൻഡിവിജ്വലിനെ ഇവിടെ എന്തായിട്ടാ ഐഡന്റിഫൈഡ് ചെയ്യുന്നത്? ഗ്രോവിംഗ് ഫുഡ്, ഫുഡിന്റെ ഉപയോഗവുമായി, ഒരു വ്യക്തിയുടെ ഫുഡിന്റെ ഉപയോഗവുമായിട്ടാണ് ഇവിടെ ഐഡന്റിഫൈഡ് ചെയ്യുന്നത്. ആസ് പെർ ലോ. അപ്പൊ ഇവിടെ ഏത് വരാം? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. എന്താ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ? എന്താണ്? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. more and more unit of a commodity, additional unit will be diminishing.
ഫോർ ദ എക്സാമ്പിൾ ഈറ്റിംഗ് ആപ്പിൾ ഓർ ഓറഞ്ച്. എന്തെങ്കിലും നമ്മൾ നല്ല വിശപ്പായിരിക്കുമ്പോൾ നല്ല ഓറഞ്ചോ ആപ്പിളോ കഴിക്കാന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഓറഞ്ച് ഇപ്പൊ കഴിക്കുക, നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് ആദ്യം ഒന്ന് കഴിക്കും, വീണ്ടും കഴിക്കുന്നത് കൂടും, അങ്ങനെ ഒരു 6 എണ്ണം 7 എണ്ണം ഒക്കെ ചെന്നു വിചാരിക്കുക. അതിന് 6 എണ്ണം കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ട. അതാണ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിങ്. ഒരു കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് പിന്നെ അതിന്റെ അഡീഷണൽ യൂണിറ്റിക്ക് എത്തുമ്പോൾ അത് എന്തായി തീരും? ഡിമിനിഷിങ്. ആ ഒരു ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന തിയറിയാണ് ഇവിടെ ഏതില് വ്യക്തമാക്കി തരുന്നത്. ഈ എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഫുഡിന്റെ ഗ്രോവിംഗ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ആസ് പെർ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ, ഈച്ച് എക്സ്ട്രാ മിനിറ്റ് ഓഫ് വർക്ക് ഓൺ ഫിക്സഡ് ലാൻഡ് ബ്രിങ് ലെസ് ആൻഡ് ലെസ് എക്സ്ട്രാ ഫുഡ്. നമ്മള് ഒരു ഫിക്സഡ് ലാൻഡില് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ മിനിറ്റ് ഓഫ് വർക്ക് ഓൺ ഫിക്സഡ് ലാൻഡ് ബ്രിങ് ലെസ് ആൻഡ് ലെസ് എക്സ്ട്രാ ഫുഡ്. കൂടുതൽ വർക്ക് ആദ്യമൊക്കെ നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ നല്ല ഇഷ്ടത്തിൽ ചെയ്യും. പിന്നെ നമ്മൾ കുഴങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് ഫുഡിൽ എങ്ങനെ കുറവ് കാണിക്കുന്നു? ഇപ്പൊ നമ്മള് ഭക്ഷണം നല്ല വിശപ്പുള്ളപ്പോ നമ്മൾ ഭക്ഷിക്കുക വിചാരിക്കുക, അപ്പൊ കുറേ കഴിക്കും. ബിരിയാണിയൊക്കെ നമ്മൾ നല്ല വിശപ്പുള്ള സമയത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലോണം കഴിക്കും. പിന്നെ നമ്മളെ വിശപ്പ് മാറി, പിന്നെ നമുക്ക് വേണ്ട, പിന്നെ അത് അഡീഷണൽ. അതുപോലെയാണ് ഏത് വർക്കും. ഒരു ജോലി ചെയ്യുമ്പോൾ 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യണമെന്ന് വിചാരിക്കുക. ആദ്യത്തെ മോർണിംഗ് ടൈമിലൊക്കെ നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായി കഴിക്കില്ലേ? പിന്നെ നമുക്ക് വേണ്ടാത്ത പോലെ. അതേപോലെ തന്നെ ജോലിയുടെ കേസിക്ക് നോക്കി നോക്കൂ. ജോലി നമ്മൾ ഫസ്റ്റ് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങാണ്. ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ജോലി ചെയ്യുന്ന അളവ് കുറഞ്ഞു വരും. അതാണ് ഇവിടെ ഈ ഏതിലൂടെ കാണിച്ചു തരുന്നത്? എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമിയിൽ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എക്സ്ട്രാ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതുപോലെയാണ്? ഒരു ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് പോലെയാണ്. ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എക്സ്ട്രാ മീൻസ് അഡീഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിമിനിഷിങ് ആയിരിക്കും. അഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് കിട്ടുന്നില്ല? കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല. അത് ഡിമിനിഷിങ് ആണ് എന്നാണ് ഈ തിയറി നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡയഗ്രം ആയിട്ട് നമുക്കിവിടെ സിംപ്ലിഫൈഡ് ചെയ്ത് തരുന്നുണ്ട്. നോക്കൂ, നമ്മള് ഇപ്പൊ ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ നമ്മള് ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കും. ഇപ്പൊ ഭക്ഷണം കഴിക്കുകയാണ്. ആദ്യത്തെ യൂണിറ്റ് പറയുന്നത് 10 ആണ്, പിന്നത്തെ യൂണിറ്റ് പറയുന്നത് 9 ആണ്, പിന്നത്തെ യൂണിറ്റ് പറയുന്നത് 8 ആണ്, പിന്നെ 6 ആയി, പിന്നെ 7 ആയി, ഇവിടെ 7 ആയി, പിന്നെ ഇവിടെ 6 ആയി, ഇവിടെ 5 ആയി, ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി, 2 ആയി, 1 ആയി. എന്താ? ഇവിടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നല്ല വിശപ്പുള്ളപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് 10 യൂണിറ്റ് കഴിക്കും. ആ 10 യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ 9 യൂണിറ്റ് എത്രയൊക്കെ എത്തും? 9 ആവും. പിന്നെ എത്രയൊക്കെ എത്തും? 8ക്ക് എത്തും, പിന്നെ 7ക്ക് എത്തും, പിന്നെ 6ക്ക് എത്തും, പിന്നെ 5ക്ക് എത്തും, പിന്നെ 4ലേക്ക് എത്തും, പിന്നെ 3ലേക്ക് എത്തും, 2ലേക്ക് എത്തും, 1ലേക്ക് എത്തും. ഈ തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? മാർജിനൽ യൂട്ടിലിറ്റി തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് MU = DD എന്ന് പറയുന്നത്. DD പറഞ്ഞാൽ ഡിമാൻഡ്. മാർജിനൽ യൂട്ടിലിറ്റിയും ഡിമാൻഡും എപ്പോഴും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതേ മാർജിനൽ കോസ്റ്റും സപ്ലൈയും എപ്പോഴും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇവിടെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമിയിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമിയിൽ എപ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി ആണ് അപ്ലൈ ചെയ്യുക. മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ എന്താണ്? മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിങ്. അപ്പൊ നമ്മൾ മക്കളെ പറഞ്ഞു മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഫസ്റ്റ് നമ്മളിവിടെ ഫുഡ് കഴിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് 10 ആയിരിക്കാം.
പിന്നത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് 9 ആണ്. പിന്നത്തെ യൂണിറ്റ് നെക്സ്റ്റ് യൂണിറ്റ് ആകുമ്പോഴേക്കും കുറഞ്ഞു വരികയാണ്. ഇതന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്ന് ടീച്ചർ പറയാനുള്ള കാരണം. ആദ്യത്തെ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടും? ഒരു ഏകദേശം 10 യൂണിറ്റ്. പിന്നെ നമുക്ക് എത്ര യൂണിറ്റാ കിട്ടുക? 9 യൂണിറ്റ്. പിന്നെ നമുക്ക് എത്ര യൂണിറ്റാ കിട്ടുക? 8 യൂണിറ്റ്. പിന്നെ 7, പിന്നെ 6, 5, 4, 3, 2, 1. അപ്പൊ നമുക്ക് നമ്മൾ ഉപയോഗിക്കും തോറും പിന്നെ അഡീഷണൽ ആയി മാറുകയാണ്. അഡീഷണൽ ആയി മാറുമ്പോൾ എന്താവും? ഡിമിനിഷിങ് ആവും. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ഈ ഒരു ഡയഗ്രത്തിൽ ഏത് തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. മാർജിനൽ യൂട്ടിലിറ്റിയും ഡിമാൻഡും അതുകൊണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. മാർജിനൽ കോസ്റ്റും സപ്ലൈയും ഇവിടെ എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇത് ഈ രണ്ട് ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് മാറരുത്. കാരണം ഇവിടെ മാർക്കറ്റ് ഫേമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, എന്നാൽ ഇവിടെ മാർക്കറ്റ് എക്കോണമിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടും രണ്ടാണ്. ഇവിടെ നമ്മൾ മാർക്കറ്റ് എക്കോണമിയെ കുറിച്ചിട്ടാണ് വിശകലനം ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് മാർക്കറ്റ് ഫേമിനെ കുറിച്ചാണ്. മാർക്കറ്റ് ഫേം ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഏതൊക്കെ ഈക്വൽ ആവണം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. AC, MC, AR, MR ആൻഡ് ഡിമാൻഡ്. എന്നാല് മാർക്കറ്റ് എക്കോണമി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഈ ഡയഗ്രാം എന്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്? മാർജിനൽ യൂട്ടിലിറ്റിയാണ് ഈ ഡയഗ്രാം കൺസിഡർ ചെയ്യുന്നത്. മാർജിനൽ യൂട്ടിലിറ്റിയുടെ തിയറി എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. More and more unit of a commodity, additional unit will be diminishing. കാരണം അത് ആദ്യം ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ കൂടുതലായിരിക്കാം, 10ഉം 9ഉം 8ഉം. പിന്നെ അഡീഷണൽ ആവുമ്പോഴേക്കും അത് കുറഞ്ഞു വരാം. അതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റിയും ഡിമാൻഡും എപ്പോഴും ഈക്വൽ ആകുന്നു. MC-യും സപ്ലൈയും എപ്പോഴും ഈക്വൽ ആകുന്നു. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മൾക്ക് എപ്പോഴും എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡയഗ്രാം നന്നായിട്ട് പഠിക്കണം. ഡയഗ്രാം നമ്മൾ പറയുന്ന തിയറിയാണ് ആ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഓരോ ടോപ്പിക്കിലും വരുന്ന ഡയഗ്രാംസ് നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് 15th ചാപ്റ്ററിലെ 16ാമത്തെ ചാപ്റ്ററിലെ എക്കണോമിക് സർപ്ലസ് ആൻഡ് എഫിഷ്യൻസി. 15th ചാപ്റ്ററില് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടത് എക്കണോമിക് സർപ്ലസ് ആൻഡ് എഫിഷ്യൻസി. എന്താ സർപ്ലസ് എന്ന് പറഞ്ഞാൽ? മിച്ചം. എക്കണോമിക് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക മിച്ചവും എഫിഷ്യൻസിയുമാണ് നമ്മൾ ഈ 16ാമത്തെ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കിലൂടെ പറയുന്നത്. ശ്രദ്ധിക്കുക, എക്കണോമിക് സർപ്ലസ്. Economic surplus, which is the area between the supply and demand curve at the equilibrium. Economic surplus, സാമ്പത്തിക മിച്ചം ഉണ്ടാകണമെങ്കിൽ ഏരിയ എങ്ങനെ ആയിരിക്കണം? ആ ഏരിയ, the area between the supply and demand curve at the equilibrium. ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇക്വിലിബ്രിയം ആവണം, ഈക്വൽ ആകണം. അപ്പോഴാണ് ആ ഏരിയയില് എന്ത് ഏൺ ചെയ്യാൻ സാധിക്കുക? സർപ്ലസ്, മിച്ചം, സാമ്പത്തിക മിച്ചം ഏൺ ചെയ്യാൻ സാധിക്കുക. എക്കണോമിക് സർപ്ലസ് നേടണമെങ്കിൽ ആ ഏരിയ എങ്ങനെയായിരിക്കണം? the equilibrium between the area between the supply and the demand curve at the equilibrium. സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഈക്വൽ ആകുന്ന ഏരിയയിലാണ് എന്ത് ഏൺ ചെയ്യാൻ സാധിക്കുക? എക്കണോമിക് സർപ്ലസ് ഏൺ ചെയ്യാൻ സാധിക്കുക. ആൻഡ് ദെൻ the economic surplus is the sum of the consumer surplus. എക്കണോമിക് സർപ്ലസിന്റെ സം ആണ് ഏത് സർപ്ലസ്? കൺസ്യൂമർ സർപ്ലസ്, which is the area between demand curve and the price. കൺസ്യൂമർ സർപ്ലസ് ആയിരിക്കുമ്പോൾ ആ ഏരിയയിൽ ഏത് ഈക്വൽ ആവണം? ഡിമാൻഡും പ്രൈസും ഈക്വൽ ആവണം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എക്കണോമിക് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഏരിയയില് ഡിമാൻഡും സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഈക്വൽ ആകുമ്പോഴാണ് എക്കണോമിക് സർപ്ലസ് ഏൺ ചെയ്യുന്നത്. ഇനി
എക്കണോമിക് സർപ്ലസിന്റെ സമ്മാണ് കൺസ്യൂമർ സർപ്ലസ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ സർപ്ലസ് നമുക്ക് എങ്ങനെ ഏത് ഏരിയന്ന് കിട്ടുക, എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഡിമാൻഡ് കർവും പ്രൈസും ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കൺസ്യൂമർ സർപ്ലസ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് എക്കണോമിക് സർപ്ലസിന്റെ സമ്മാണ് കൺസ്യൂമർ സർപ്ലസ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ സർപ്ലസ് കിട്ടുന്നത് എങ്ങനെയാണ്? ഡിമാൻഡ് കർവും പ്രൈസ് ലൈനും ഈക്വൽ ആവുമ്പോഴാണ് ഏത് ലഭ്യമാകുന്നത്? കൺസ്യൂമർ സർപ്ലസ്. അതേപോലെ അടുത്തത് പ്രൊഡ്യൂസർ സർപ്ലസ്. എന്താ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ ഏരിയ ബിറ്റ്വീൻ പ്രൈസ് ലൈൻ ആൻഡ് എക്സസ് കർവ്, സപ്ലൈ കർവ്. പ്രൈസ് ലൈനും സപ്ലൈ കർവും ഈക്വൽ ആവുമ്പോഴാണ് ഏത് സർപ്ലസ് കിട്ടുക? പ്രൊഡ്യൂസർ സർപ്ലസ്. ഇപ്പൊ 3 സർപ്ലസാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. എക്കണോമിക് സർപ്ലസ്, കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. എക്കണോമിക് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുമ്പോൾ ലഭ്യമാകുന്ന ഏരിയയാണ് എക്കണോമിക് സർപ്ലസ്. ഇനി കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡിമാൻഡും പ്രൈസും ഈക്വൽ ആവുമ്പോഴാണ് കൺസ്യൂമർ സർപ്ലസ്. എന്നാൽ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രൈസും സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് ഏത് ലഭ്യമാകുന്നത്? പ്രൊഡ്യൂസർ സർപ്ലസ്. അപ്പൊ സർപ്ലസിൽ 3 സർപ്ലസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? എക്കണോമിക് സർപ്ലസ്, കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. എക്കണോമിക് സർപ്ലസ് ആയിരിക്കുമ്പോൾ ഏതൊക്കെ തമ്മിൽ ഈക്വൽ ആകുന്നുണ്ട്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഏരിയയിലാണ് ഏത് നമുക്ക് ഏത് ലഭ്യമാകുക? എക്കണോമിക് സർപ്ലസ് ലഭ്യമാകുന്നത്. എന്നാൽ കൺസ്യൂമർ സർപ്ലസ് ലഭ്യമാകുക എങ്ങനെയാണ്? ഡിമാൻഡും പ്രൈസും ഈക്വൽ ആകുമ്പോഴാണ് കൺസ്യൂമർ സർപ്ലസ് ലഭ്യമാകുന്നത്. എന്നാൽ പ്രൊഡ്യൂസർ സർപ്ലസ് ലഭ്യമാകുന്നത് എങ്ങനെയാണ്? പ്രൈസും സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് പ്രൊഡ്യൂസർ സർപ്ലസ് ലഭ്യമാകുന്നത്. ഓക്കെ. അതേപോലെ പിന്നെ അതിൽ പറയുന്നത് എന്താണ്? ദ പ്രൊഡ്യൂസർ സർപ്ലസ് ഇൻക്ലൂഡ് rent and profit of firm and owners of specialized input in the industry and indicate the excess of revenue or the cost of production. പിന്നെന്താണ് പ്രൊഡ്യൂസർ സർപ്ലസിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസർ സർപ്ലസ് എങ്ങനെ കിട്ടുക? പ്രൈസും ഡിമാൻഡും ഈക്വൽ ആകുമ്പോഴാണ് പ്രൊഡ്യൂസർ സർപ്ലസ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി പ്രൊഡ്യൂസർ സർപ്ലസ് നമുക്ക് എങ്ങനെ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് റെന്റും പ്രോഫിറ്റും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വരുമാനം. നമ്മൾ എക്സസ് ഏണിംഗ് ഉണ്ടാക്കുമ്പോഴാണ് എന്ത് ലഭ്യമാകുന്നത്? പ്രൊഡ്യൂസർ സർപ്ലസ്. അതായത് ഒരു പ്രൊഡ്യൂസർ ഉൽപാദനം നടത്തും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ചെലവ് മുടക്കി ഉൽപാദനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് റെന്റും പ്രോഫിറ്റും ഒക്കെ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഏത് ലഭ്യമാകുന്നത്? പ്രൊഡ്യൂസർ സർപ്ലസ് ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസർ സർപ്ലസ് ഇൻക്ലൂഡ് ദ റെന്റ് ആൻഡ് പ്രോഫിറ്റ് of firm and owners of specialized input in the industry and indicate the excess of revenue over the cost of production എന്ന് പറയാനുള്ള കാരണം. ഇനി അതിൽ 3 പോയിന്റുകൾ പറയുന്നുണ്ട്. ഈ എക്കണോമിക് സർപ്ലസ് ആൻഡ് എഫിഷ്യൻസി എന്ന ടോപ്പിക്കില് 3 ഒബ്സർവ്ഡ് ആസ് ഫോളോസ് താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ നിരീക്ഷിക്കാനാണ് പറയണത്. ഇവിടെ പറയുന്നു P equal MU. P പറഞ്ഞാൽ പ്രൈസ്. പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആണ്. കാരണം കൺസ്യൂമേഴ്സ് ചൂസ് ഫുഡ് പർച്ചേസ് അപ് ടു ദ എമൗണ്ട് വേർ P equal MU. P equal MU എന്ന് പറയാനുള്ള കാരണം എന്താ? കൺസ്യൂമേഴ്സ് ചൂസ് ഫുഡ് പർച്ചേസ് അപ് ടു ദ എമൗണ്ട് വേർ P equal MU. പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആണ്. നമ്മളൊരു ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ ഏതിനും ഈക്വൽ ആയിട്ടാണ് ചെയ്യുക? പ്രൈസിനും മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് P equal MC. പ്രൈസും MC എന്താ? മാർജിനൽ കോസ്റ്റ്. പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പ്രൊഡ്യൂസേഴ്സ് ഈച്ച് പേഴ്സൺ ഈസ് സപ്ലൈയിങ് ഫുഡ് അപ് ടു ദ പോയിന്റ്
where the price of food exactly equals the MC of the last unit of food supplied. ഫുഡിന്റെ ലാസ്റ്റ് യൂണിറ്റും സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രൈസും MC-യും എന്താണ്? ഈക്വൽ ആണ്. ആൻഡ് തേർഡ് പോയിന്റിലേക്ക് കടക്കാം. Putting this equation together, we see that MU equal MC. അതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റിയും മാർജിനൽ കോസ്റ്റും എപ്പോഴും എന്തായിരിക്കണം? ഈക്വേഷൻ ടുഗദർ. അവർ MU ഈക്വൽ MC എന്നത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. എക്കണോമിക് സർപ്ലസ് ചോദിച്ചു കഴിഞ്ഞാൽ 3 സർപ്ലസാ വരിക. ഏതൊക്കെയാണ്? എക്കണോമിക് സർപ്ലസ്, അതേപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഉൽപാദനം ചെലവ് മുടക്കിക്കൊണ്ടുള്ള ഉൽപാദനം നടത്തുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് ലഭ്യമാകണം? റെന്റും പ്രോഫിറ്റും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് ലഭ്യമാകുമ്പോഴാണ് അത് ഏത് ഉൾക്കൊള്ളുന്നത്? പ്രൊഡ്യൂസർ സർപ്ലസിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഈ ചാപ്റ്ററിൽ തന്നെ 16ാം ചാപ്റ്ററിൽ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിപ്പാർട്ടിംഗ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംപ്ഷൻ. ഡിപ്പാർട്ടിംഗ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംപ്ഷൻ, മത്സരവുമായി ബന്ധപ്പെട്ട അസംപ്ഷൻസ് ഏതൊക്കെയാണ്? കോമ്പറ്റേറ്റീവ് അസംപ്ഷൻ. കോമ്പറ്റേറ്റീവ് പറഞ്ഞാൽ എന്താ? മത്സരാധിഷ്ഠിതമായിട്ടുള്ള അസംപ്ഷൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 4 അസംപ്ഷൻസ് ഉള്ളത്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്സ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. കോമ്പറ്റേറ്റീവ് അസംപ്ഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത് 4 പാർട്ടുകളാണ്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്സ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. അതില് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ എന്ന് നമുക്ക് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മത്സരം എന്നാ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ imperfect competition include all those situations in which economic agent exert some power over the market in determining price. A firm that faces a downward sloping demand curve for its product. മത്സരമില്ലാത്ത അവസ്ഥ എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പൊ കോമ്പറ്റേറ്റീവിന്റെ അസംപ്ഷൻ ആണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻക്ലൂഡ് ഓൾ ദോസ് സിറ്റുവേഷൻ in which economic agents exert some power over the market in determining price. ആ മാർക്കറ്റിലെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഫേം ഏത് സ്ലോപ്പിംഗിലായിരിക്കും നിലനിൽക്കുക? ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവായിരിക്കും. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ തീരുമാനിക്കുന്നത് പ്രൈസ് ആണ്. അതുകൊണ്ട് മാർക്കറ്റിലെ ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവാർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും. എന്താണ് എക്സ്റ്റേണാലിറ്റി? രണ്ടാമത്തെ പോയിന്റ് ആണ് എക്സ്റ്റേണാലിറ്റി. എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാല് ദ കോമ്പറ്റേറ്റീവ് പ്രൈസ് സിസ്റ്റം ക്യാൻ ആൾസോ ഫെയിൽ ടു അലോക്കേറ്റ് റിസോഴ്സസ് efficiently when there are interaction among the firms and individuals that are not adequately reflected in market prices. അതായത് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ കോമ്പറ്റേറ്റീവ് പ്രൈസ് സിസ്റ്റം ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു? ഫെയിൽ. ദ കോമ്പറ്റേറ്റീവ് പ്രൈസ് സിസ്റ്റം ക്യാൻ ആൾസോ ഫെയിൽ ടു അലോക്കേറ്റ് റിസോഴ്സസ് efficiently when there are interaction among firm individual that are not adequately reflected in the market price. അതായത് ഇവിടെ എന്താ പറയുന്നത്? കോമ്പറ്റേറ്റീവ് പ്രൈസ് സിസ്റ്റം ഇവിടെ ഫെയിൽ ആകുന്നു. വിഭവങ്ങളുടെ വിനിയോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിഫ്ലക്റ്റഡ് ചെയ്യുന്നു എന്തിലേക്ക്? മാർക്കറ്റ് പ്രൈസിലേക്ക്. കോമ്പറ്റേറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിരിക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് പ്രൈസ് സിസ്റ്റം അവിടെ ഫെയിൽ ആവുകയും വിഭവങ്ങളുടെ അലോക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? അത് ആ വിഭവങ്ങളുടെ വിനിയോഗത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരായിരിക്കാം? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കാം. ഇനി അടുത്ത പോയിന്റ് ആണ് പബ്ലിക് ഗുഡ്സ്. എന്താണ് പബ്ലിക് ഗുഡ്സ്?
Public goods is a similar problem in pricing occurs in the case of public goods. Public goods എന്ന് പറഞ്ഞാൽ എന്താ? പൊതു സേവന സാധനങ്ങൾ. A similar problem in pricing occurs in the case of public goods. Public goods എന്ന് പറയുന്നത് പൊതുവേ ഒരു എന്താണ് സിമിലർ പ്രോബ്ലം, സിമിലർ ആയി വരുന്ന പ്രോബ്ലം നിലനിൽക്കുന്ന ഒരു കേസാണ് ഏത്? പബ്ലിക് ഗുഡ്സ്. അതിന് ഉദാഹരണമാണ് ഏത്? എക്സാമ്പിൾ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്ത പോയിന്റ് ആണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ? അവൈലബിലിറ്റി ഓഫ് ഫുൾ ഇൻഫർമേഷൻ വിത്ത് ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബയേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാരാ? സെയിൽ ചെയ്യുന്നവരെ. പ്രൊഡ്യൂസേഴ്സിനും ബയേഴ്സിനും വിവരങ്ങളുടെ അപര്യാപ്തത ഉണ്ടാകുന്നത് മാർക്കറ്റിൽ എന്താണ്? ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ്. അപ്പോ എന്തൊക്കെയാണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിപാർട്ടിങ് ഏതൊക്കെയാണ്? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് അല്ലാത്ത വിവരണങ്ങൾ ലഭ്യമാകുക. ആർക്ക്? പ്രൊഡ്യൂസേഴ്സിനും ബയേഴ്സിനും. നമുക്കറിയാം, ഒരു ഷോപ്പിൽ ഒരാൾ സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസറിന് തീർച്ചയായിട്ടും അതിന്റെ വില നേരെ അറിഞ്ഞിരിക്കണം. തെറ്റായ വിലയിൽ അയാൾ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഷോപ്പിനെ ബാധിക്കും. അതുകൊണ്ട് മാത്രമല്ല, വാങ്ങുന്ന ആൾക്കും സാധനങ്ങളുടെ വിലയെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, പെർഫെക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ ഏതിന്റെ ഡിപാർട്ടിംഗ് ആണെന്ന് പറയാനുള്ള കാരണം കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഡിപാർട്ടിംഗ് ആയിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഡിപാർട്ടിംഗ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പോയിന്റ് ആണുള്ളത്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ കിട്ടുക. ആർക്കൊക്കെ? പ്രൊഡ്യൂസേഴ്സിനും ബയേഴ്സിനും. വാങ്ങുന്നവനും വിൽക്കുന്നവനും പെർഫെക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഇത്രയാണ് ഏതിന്റെ ഡിപാർട്ടിംഗ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഡിപാർട്ടിംഗ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 4 പോയിന്റുകൾ. ഓക്കെ.